താമരശ്ശേരി ചുരത്തിലേക്ക്. അവിടെ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നു എന്ന് ഞാൻ പറഞ്ഞു. സിമൻറ്റ് കയറ്റി വന്ന ലോറി തകരാറിലായി. അതിനെ തുടർന്ന് ഗതാഗത കുരുക്കുണ്ടായി. നിലവിൽ ഒരു ഭാഗത്തുകൂടി വാഹനങ്ങൾ കയറ്റിവിടുന്നുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം വാഹന തിരക്കുണ്ട്. വിവരങ്ങൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ്. ഈ താമരശ്ശേരി ചുരം എല്ലാവർക്കും അറിയാം. താമരശ്ശേരി ചുരം എന്ന് സിനിമയെ കേട്ടതിന് ശേഷം കുതിരോട്ടം പപ്പു പറഞ്ഞതിന് ശേഷം എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ചുരത്തിൽ എപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഷഹദ് റഹ്മാൻ ചേരുന്നു കോഴിക്കോട് നിന്ന്. ഷഹദ്, പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ. ഇന്ന് ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ ചുരത്തിൽ ഈ ഗതാഗത കുരുക്ക് രൂപപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് നേരിയ തോതിൽ ആശങ്ക ഉളവാക്കുന്നതാണ്. പ്രത്യേകിച്ച് വലിയ രീതിയിൽ വാഹനങ്ങൾ ഇന്ന് ചുരം കയറുന്ന ഒരു ദിവസം കൂടിയാണ്, അവധി ദിവസമായതുകൊണ്ട്. അതുകൊണ്ടാണ് ഈ വാർത്തയ്ക്ക് ഇത്രയധികം പ്രാധാന്യം നമ്മൾ നൽകുന്നത്. നിലവിൽ ഒന്നാം വളവിലാണ് ഇത്തരത്തിൽ ഈ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത്. സിമന്റ് കയറ്റി വന്ന ലോറിയാണ് ഇത്തരത്തിൽ തകരാറിലായിട്ടുള്ളത്. നിലവിൽ ഒരു ഭാഗം വഴിയാണ് ഇപ്പോൾ വാഹനങ്ങൾ കയറ്റിവിടുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയ വലിയ ബസ്സുകളൊക്കെ തന്നെ ഏറെ പ്രയാസപ്പെട്ടാണ് ഇപ്പോൾ ഈ ചുരത്തിന്റെ വളവുകൾ ക്രോസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് കയറി വരുന്നത്. സമാനമായ രീതിയിൽ മറ്റൊരു ഭാഗത്ത് വാഹനങ്ങൾ നിർത്തിയിടുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ഇനിയുള്ള മണിക്കൂറുകൾ സമയം കൂടുന്തോറും ഇത്തരത്തിൽ വാഹനങ്ങളുടെ എണ്ണം കൂടും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ അവിടെയുള്ള വളണ്ടിയേഴ്സിന്റെയും നേതൃത്വത്തിൽ ഇപ്പോൾ ഈ ഗതാഗതം നിയന്ത്രിക്കുന്നുണ്ട്. വാഹനങ്ങൾ യഥാസമയം പോകേണ്ട രീതിയിൽ പോകുവാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ വരുത്തുന്നുണ്ട്. എങ്കിൽ പോലും ഈ ഗതാഗത കുരുക്കുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. ഈ വഴി പോകുന്നവർ ശ്രദ്ധിക്കുക, ഇത്തരത്തിൽ ഗതാഗത കുരുക്കുണ്ട്. അപ്പോൾ അത് മുന്നിൽ കണ്ടുവേണം ഇനിയുള്ള മണിക്കൂറുകളിൽ ഇതുവഴി യാത്ര ചെയ്യാൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഈ ലോറി ഈ തകരാറ് മാറ്റി ഇവിടെ നിന്ന് മാറ്റാനുള്ള നടപടിക്രമങ്ങൾ അല്പസമയത്തിനകം ആരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. താങ്ക് യു ഷഹദ് റഹ്മാൻ.